അമ്മാസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ അതിലും ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ടേസ്റ്റ് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ ബോൺലെസ് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ചെസ്റ്റ് പീസാണ്. അതൊരു ഷേപ്പ് വെച്ച് കട്ട് ചെയ്യുക. ഇതിങ്ങനെ ഇതൊരു 3 പീസായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ഉണ്ടാക്കുക. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, കാരണം വളരെ സിമ്പിളാണിത്. ഒരുപക്ഷെ റെസ്റ്റോറൻറ്റിനെക്കാട്ടിൽ ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. കാണാനും നല്ല രസമാണിത്. അപ്പോൾ നമ്മുടെ പീസെല്ലാം ഏകദേശം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് വാഷ് ചെയ്യണം, വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞു. പിന്നെ അടുത്ത നമുക്ക് മെയിൻ കാര്യം മാരിനേഷൻ. ചില്ലി ചിക്കൻ്റെ മാരിനേഷനിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പിട്ടു. അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടീസ്പൂൺ. പിന്നെ നമ്മുടെ പെപ്പർ ചില്ലി ചിക്കൻ്റെ മെയിനാണ്, ഒരു 2 ടീസ്പൂൺ. നല്ല ഫ്ലേവർ വേണം, ബ്ലാക്ക് പെപ്പർ. പിന്നെ വിനെഗർ ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മൾ വിനെഗർ ഒഴിക്കുന്നു. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് മിക്സിങ് ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. കാരണം സോഫ്റ്റായിട്ടുള്ള ചില്ലി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഗ്രേവി ടൈപ്പ്. പക്ഷേ ഹാർഡാണെങ്കിൽ ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ സോഫ്റ്റ് ചില്ലി ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഇത് വേണം. 2 ഞാൻ എടുത്തു. കാരണം നമ്മുടെ ചിക്കൻ 600 ഗ്രാമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. മൈദയും യൂസ് ചെയ്യും. മൈദ ഇതിലും കുറവായിരിക്കും. കോൺഫ്ലവർ കൂടിക്കഴിഞ്ഞാൽ ചിക്കൻ വളരെ സോഫ്റ്റ് ആകും, അതാണ്. പിന്നെ മൈദ നമ്മൾ 3 ടേബിൾ സ്പൂൺ, കാരണം 1 ടേബിൾ സ്പൂൺ കുറവാണ് കോൺഫ്ലവറിനെക്കാട്ടി. ഇനി നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു, കുക്കിംഗ് ഓയിൽ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല മനോഹരമായ ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. ഈ റെസിപ്പി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വെരി സിമ്പിളാണ്, ടേസ്റ്റുമാണ്. നിങ്ങൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്ത് തരുമ്പോൾ 100% അവർ ഓക്കെ പറയും. അപ്പം നമ്മൾ മാരിനേഷൻ 45 മിനിറ്റ്സ് മിനിമം. ഇഞ്ചി ഞാനൊരു 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ തരിതരിയായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് ഗാർലിക് ഒരു 10-11 നമ്പർ, ഒരു മീഡിയം സൈസ്, അതും ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ ക്യാപ്സിക്കം 1 പീസ്, ഒരു മീഡിയം സൈസുള്ളൊരു ഒരെണ്ണം എടുത്തു. അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗി വേണം, അതിനു വേണ്ടി. അപ്പം ക്യാപ്സിക്കം നമ്മൾ ഒരു ഷേപ്പ്, ഒരു അത്യാവശ്യം ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളി നമ്മൾ സവാള നമ്മളൊരു 2 പീസാണ് മീഡിയം സൈസിലുള്ള എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ലെയറായിട്ട് ഇങ്ങനെ അടത്തിയെടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ. അങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്തു. 2 ഉള്ളി. ഇനി നമുക്ക് വെജിറ്റബിളിലേക്ക് വേണ്ടത് ഗ്രീൻ ചില്ലിയാണ്. ഞാൻ 3 എടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്ലേവറും എരിവുമാണ്. ഗ്രീൻ ചില്ലി നമ്മൾ 3 എടുത്തു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഓനിയൻ. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്, കാരണം ഇതിൻ്റെ 2 പാർട്ടും 2 സ്റ്റേജിലാണ് യൂസ് ആവുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഗ്രീൻ പാർട്ട് നമ്മൾ സെപ്പറേറ്റും പിന്നെ ബാക്കി ഒനിയൻ്റെ വൈറ്റ് പാർട്ടും കട്ട് ചെയ്യുന്ന ഒരുപോലെയാണ്, പക്ഷേ 2 യൂസ് ആവുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതാണ് വെജിറ്റബിൾ കഴിഞ്ഞു. ഇനി മെയിൻ ഭാഗം നമുക്ക് സോസ് ഉണ്ടാക്കണം, ഈ നമ്മുടെ ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം നമ്മൾ 1 ഗ്ലാസ് വെള്ളമെടുത്തു. റൂം ടെമ്പറേച്ചർ
വെള്ളം ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു. പിന്നെ സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ റെഡ് ചില്ലി അത് മെയിനാണ്, ഒരു 3 ടേബിൾ സ്പൂൺ വേണം നമുക്ക്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യണം 1.5 ടേബിൾ സ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, കാരണം അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് 50 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ടുണ്ടാവും. അപ്പം നമ്മൾ വറുക്കാനുള്ള ആവശ്യമായ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ പീസ് ഇട്ട് കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. ചിക്കൻ എല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി ഓരോരോ പീസായിട്ട് നമ്മൾ ഇടുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു സഹായമാവും. ഓരോരോ പീസായിട്ട് നമ്മൾ ഇടുക. ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, ചിക്കൻ ഇട്ട ഉടനെ തന്നെ ഇളകരുത്. കാരണം അതിന് കോട്ടിംഗ് ഉണ്ട്. അതിന് 1 മിനിറ്റ് മിനിമം സമയം നമ്മൾ കൊടുക്കണം, ആ കോട്ടിംഗ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇളക്കണം, കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇളക്കണം. അതാണ് അതിൻ്റെ, കാരണം ആ സോഫ്റ്റായിട്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. ഈ കണ്ടോ ഗോൾഡൻ ബ്രൗൺ, നമ്മുടെ ചിക്കൻ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഒരു മാക്സിമം 7 മിനിറ്റ്സിനുള്ളിൽ, അതിനപ്പുറത്ത് പോകേണ്ട ആവശ്യമില്ല. 7 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ചിക്കൻ ഗോൾഡൻ ബ്രൗൺ ആയി നമുക്ക് അത് മാറ്റാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഞാൻ 2 ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത്. കാരണം 600 ഗ്രാം വേണേൽ ഒന്നിച്ച് പോകും. പക്ഷേ എന്നാൽ ഇച്ചിരി ഒരു ചെയ്യാനൊരു ഈസി ആക്കണം, ഒരു ഫ്രീ ആകുമല്ലോ. അതിനുവേണ്ടി നമ്മൾ 2 ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ ഫ്രൈ ചെയ്യുകയാണ്. അത് നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗണായി നമുക്കത് മാറ്റാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇനിയും പെട്ടെന്ന് ചില്ലി ചിക്കൻ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകേണ്ട കാര്യമില്ല. ഈസിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് അതിമനോഹരമായ രീതിയിൽ, ഐ എം ഷുവർ. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് ഇനി നമുക്ക് കുക്കിംഗ്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ മുതൽ നമ്മുടെ ഫുൾ ഫ്ലെയിമിലായിരിക്കും കുക്കിംഗ് പോകുന്നത്. ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. എണ്ണ ഒഴിച്ചു 4 ടേബിൾ സ്പൂണോളം. അതിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഫസ്റ്റ് നമ്മുടെ പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇടുക. പിന്നെ ഉടനെ തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് കട്ട് ചെയ്തത് 1 മിനിറ്റ് ടൈമിനുള്ളിൽ നമ്മളത് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. 1 മിനിറ്റ് മതിയത്, അപ്പോഴത്തേനും അത് ഓക്കെ ആയിരിക്കും. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക 1 മിനിറ്റ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം, സവാള, ഒനിയൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ മാക്സിമം 2 മിനിറ്റ്സ്, അതിനപ്പുറത്ത് പോകേണ്ട കാര്യമില്ല. കരിയാനൊന്നും പാടില്ല. ആ ഒരു ഇതിനു വേണ്ടി 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ സംഭവം റെഡി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളുണ്ടാക്കിയ സോസ് ആഡ് ചെയ്യാനുള്ള ടൈമായി. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. കാരണം കോൺഫ്ലവർ അടിയിൽ കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഓക്കെ ആവും. ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗ്രേവി തിക്കായി വരുന്നത്. അതിലേക്ക് ബാക്കി നമ്മൾ 1/2 ടീസ്പൂൺ ഓർ നമ്മുടെ ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ബ്ലാക്ക് പെപ്പർ 1 ടീസ്പൂൺ, അത് മതി. നമ്മുടെ ബാലൻസ് ചെയ്ത ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ഷുഗർ ആഡ് ചെയ്യുക 1/2 ടീസ്പൂൺ. നമ്മുടെ ടേസ്റ്റ് നന്നായിട്ട് ബാലൻസ് ചെയ്യും. നമ്മൾ അജിനോമോട്ടോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് തിക്കായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. വേറെ ഒന്നുമില്ല, കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ ആഡ് ചെയ്യൂ. തിളച്ച് കുമള വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. നമ്മുടെ ചില്ലി ചിക്കൻ ഏതാണ്ട് ഇപ്പോൾ റെഡിയാവും. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. 3 മാക്സിമം 4 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ ബാക്കി ലാസ്റ്റ് നമ്മുടെ ഗ്രീൻ പാർട്ട് സ്പ്രിംഗ് ഓനിയൻ്റെ അത് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മനോഹരമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് കളറാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും 100% റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്തോളൂ. താങ്ക് യു.